പഞ്ചാബിലെ അമൃത്സറിൽ സ്ഫോടനം. മജിദ റോഡ് ബൈപ്പാസിൽ ആണ് സ്ഫോടനം ഉണ്ടായത്. ഒരാൾക്ക് പരിക്കുണ്ട്. ബോംബ് സ്ഥാപിക്കുന്നതിനിടയിലാണ് ഇയാൾക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട്. വിനിത വിജയവരണമായി ചേരുന്നു. വിനിത, ഈ മജിദ മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് മജിദ റോഡ് ബൈപ്പാസ് എന്ന് പറയുന്ന ഏതെങ്കിലും പ്രശ്നബാധിത സ്ഥലമാണോ? അയാൾ ബോംബ് സ്ഥാപിച്ചെങ്കിൽ എന്തിനാണ് ബോംബ് സ്ഥാപിച്ചത്? എന്താണ് അതിനെപ്പറ്റി പോലീസ് പറയുന്നത്? വിനിത. ഹാഷ്മി, ഏതാണെങ്കിലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ആ മേഖലയിലെത്തി പോലീസ് സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നബാധിതമായിട്ടുള്ളൊരു മേഖല അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ മജിദ ബൈപ്പാസ് കൂടുതൽ ആളുകളൊക്കെ ഉള്ളൊരു മേഖലയാണ്. അവിടെ ഇത്തരത്തിലേക്കൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. അതിപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റയാൾ അവിടെ ഈ ബോംബ് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ അയാളുടെ കയ്യിലിരുന്ന് തന്നെ ഈ സ്ഫോടനം ഉണ്ടായെന്ന തരത്തിലാണ് നമുക്കിപ്പോൾ ചില റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളിപ്പോൾ പഞ്ചാബിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളെ വളരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അയാൾ അവിടെ ബോംബ് സ്ഥാപിക്കുകയായിരുന്നോ, അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു, ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സഹായം ഇയാൾക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നു എന്നാണ് അമൃത്സർ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇതിനോടകം തന്നെ അമൃത്സർ ഉൾപ്പെടെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പല മേഖലകളിലുമൊക്കെ. പക്ഷേ എന്താണ് ഇത്തരത്തിലേക്ക് പെട്ടെന്ന് സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഏതാണെങ്കിലും പോലീസ് അവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇയാൾ ഈ ബോംബ് സ്ഥാപിക്കുന്നതിനിടയിലാണ് പരിക്കേറ്റതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓക്കെ, വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന തോട്ടിൽ മീൻ പിടിക്കാൻ പോയാൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് തേങ്കുരിശിലാണ് സംഭവം. തേങ്കുരിശ് സ്വദേശി രാമൻകുട്ടിയുടെ മകൻ രമേശാണ് മരിച്ചത്. മഴ പെയ്ത് നീരൊഴുക്കുണ്ടായിരുന്ന തോട്ടിൽ രമേശ് അകപ്പെടുകയായിരുന്നു. അട്ടപ്പാടിയിൽ മരം വീട് തകർന്ന വാർത്തയോടെ വരുന്നുണ്ട്. നക്കുപതി പിരിവിൽ സണ്ണിയുടെ വീടാണ് തകർന്നതെന്ന് പറയുന്നു. ഇപ്പോൾ വല്ലാത്ത മഴക്കാലമാണ്. പുഴകളും നദികളൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സ്ഥലമാണ്. അവിടെ വിനോദസഞ്ചാരത്തിന് പോവുക, അവിടെ കുളിക്കാൻ പോവുക, മീൻ പിടിക്കാൻ പോവുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സാഹസമാകും, ഒഴിവാക്കലാകും ഉചിതം.